നമസ്കാരം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ചികിത്സാ വീഴ്ചയെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. സംഭവത്തിൽ വിശദാന്വേഷണം നടത്തും. ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ, കായംകുളം സ്വദേശി മജീദ് എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഡയാലിസിസ് ചെയ്ത രാജേഷ് കുമാർ എന്നയാൾ അണുബാധയെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച ഡയാലിസിസ് നടത്തിയവർക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് ഹരിപ്പാട്ടെ ഡയാലിസിസ് യൂണിറ്റ് 15 ദിവസത്തേക്ക് അടച്ചിടാൻ അധികൃതർ ഉത്തരവിട്ടു. ഇവിടെ ചികിത്സ തേടിയിരുന്ന 58 രോഗികളെ മാവേലിക്കര ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡയാലിസിസിന് ഉപയോഗിച്ച വെള്ളത്തിലെ അണുബാധയാണ് മരണകാരണമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് DMOയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്ഥലം MLA കൂടിയായ രമേശ് ചെന്നിത്തലയും അന്വേഷണം ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം വ്യാഴാഴ്ച ആശുപത്രിയിൽ വിശദമായ പരിശോധന നടത്തും.